ആദ്യം തന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം. സോ ഞാനിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കൂർഗ് സ്റ്റൈല് പോർക്ക് കറി, പന്നിക്കറി. അതായത് കൂർഗ് സ്റ്റൈൽ ഒരു പ്രത്യേക തനതായ രുചി, കുറച്ച് പുളിയൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റിലാണ് സാധനം വരിക. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ പന്നി ഇതാണ്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചേക്കുക. നോക്കി, അതിൽ നല്ല കിടുക്കിട് പീസുകൾ കിടപ്പുണ്ട്, നല്ല നെയ്യ് കിടപ്പുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കുന്ന ആളുണ്ടല്ലോ ഒരു കൂർഗിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കൂർഗി സ്റ്റൈൽ പന്നിക്കറി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മലയാളി ഇങ്ങനെ കൂർഗി സ്റ്റൈൽ പന്നിക്കറി ഉണ്ടാക്കുന്ന ആൾ കൂർഗിയാണ്. ആളെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ സാധനത്തിലേക്ക് അവനൊരു അടുത്ത് ഒരു ഓപ്ഷൻ പറഞ്ഞു, നമുക്കിത് രണ്ടായിട്ട് ഉണ്ടാക്കിയാലോ എന്ന്. പന്നിക്കറി കൂർഗി സ്റ്റൈലിലും പിന്നെ ഒന്ന് ചില്ലി. നമ്മുടെ കൂർഗി സ്റ്റൈൽ പന്നിക്കറീൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് ഈ കാണുന്ന സാധനം. ഉണ്ടോ, ഇത് ഈ കാണുന്നതാണ് മല്ലി, ഇത് ചെറിയ ജീരകം, ഇത് വന്നിട്ട് കറുവപ്പട്ട, ഇത് വന്ന് നമ്മുടെ കുരുമുളക്, ഇത് വന്നിട്ട് ഗ്രാമ്പു, ഏലക്ക. ഇതാണ് അതിൻ്റെ സാധനങ്ങൾ. ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ പൊടിക്കേണ്ടത്, ഈ മസാല എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇരിക്കുന്ന മല്ലിയില്ലേ, മല്ലി ഒരു 2 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ വലിയ സ്പൂൺ കേട്ടോ. ആ ഇരിക്കുന്നത് ജീരകം ചെറിയ സ്പൂണിന്, അതായത് ടീസ്പൂണിന് 1 സ്പൂൺ. പിന്നെ ഒരു 4-5 വലുപ്പത്തിലുള്ള ഒരു 4-5 കറുവപ്പട്ട, ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 4-5 ഗ്രാമ്പു, ഒരു 4 ഏലക്ക. ഇത് സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ മാറ്റി വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഒരുമിച്ചിട്ട് പൊടിക്കും. ഇത് കേട്ട നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട്, ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് അങ്ങ് വറുത്താൽ പോരെന്ന്. അപ്പോൾ നമ്മുടെ കൂർഗിയായ അപ്പയ്യ എന്നാണ് ആളുടെ പേര്. ആൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചിട്ട് ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പലതിനും പല വറവിൻ്റെ സമയമായിരിക്കും. ചിലപ്പോൾ ചിലത് കരിഞ്ഞു പോകും, ചിലത് വറുന്നിട്ടിട്ടാവില്ല. അതുകൊണ്ട് എന്താണേലും സെപ്പറേറ്റ് ഇട്ട് വറക്കണം. വറുത്ത് കഴിഞ്ഞ് പൊടിച്ച് കഴിയുമ്പോൾ ദാണ്ട് ഈ കളറിഞ്ഞ് വരും. ഇതാക്കണ്ടോ, നല്ല ബ്രൗൺ ആയിട്ട് വേണ്ട സാധനങ്ങളാണ്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, അത് പിന്നെ എല്ലാവർക്കും വേണം നിങ്ങൾക്ക് അറിയാം. എന്നാലും ഞാൻ പറയും, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ സെപ്പറേറ്റ് എടുത്ത് വെച്ചേക്കുന്നത്. ഇരിക്കുന്നത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് സവോള, പിന്നെ വേണ്ട ഒരു മെയിൻ സാധനമാണ് മല്ലിച്ചപ്പ്. ഇതിപ്പോഴേ ഒരു സൈഡിലൊരു സാധനം ഇരിപ്പുണ്ട്, കണ്ടില്ലേ? ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇതാണ് ഈ പന്നിക്കറി, കൂർഗ് സ്റ്റൈൽ പന്നിക്കറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതെന്താ ഞാൻ പറഞ്ഞത്, അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ഒരു 6 കുടമ്പുളിയും എടുക്കുക, കുറച്ച് വെള്ളത്തിലേക്ക് ഇടുക, എന്നിട്ട് അങ്ങ് കുറുക്കി ഇതേപോലെ ഈ കുഴമ്പ് രൂപമാകുന്നോളം വരെ കുറുക്കി എടുക്കുക. അതായത് അതിൻ്റെ സത്താണ് ഇത്. പുളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിച്ചിട്ട് നാവിലെ വെച്ചിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ എഴുന്നേറ്റിരിക്കും, ആ ലെവലിൽ ഉണ്ടാവും. നിങ്ങൾക്കൊരു ഡൗട്ട്, ഇനി ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണോ എന്ന് നോക്കിയേ. അവൻ്റെ കയ്യിൽ നോക്കിയാൽ ഉണ്ടോ കൂറുകി ടാറ്റു അടിച്ചേക്കുന്നത്. അപ്പോൾ ആൾ കൂറുകി തന്നെയാണ്. നമ്മുടെ സാധനം കഴുകും കേട്ടോ, വെള്ളത്തിലൊഴിച്ചങ്ങ് കഴുകിയെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഈ നെയ്യുള്ള സാധനം സെപ്പറേറ്റ് മാറ്റണം. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇതിൻ്റെ കൂടെ പറഞ്ഞില്ലേ ഒരു കൂർഗി സ്റ്റൈൽ ചില്ലി കൂടെ ഉണ്ട്. അത് നമ്മൾ വിചാരിക്കും നോർമൽ ചില്ലിയാണ്, പക്ഷേ ഈ ചില്ലി അങ്ങനത്തെ സാധനമൊന്നും അല്ല. ഇത് കഴിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ. നല്ല ചുമന്നിരിക്കുന്ന ഒരു സാധനം. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കണം. ഈ നെയ്യ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇറച്ചി വേറെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇറച്ചി നമ്മുടെ പന്നി കറിക്ക്, ഇത് നമ്മുടെ പന്നി ചില്ലിക്ക്. ശ്രദ്ധിക്കേണ്ട കാര്യം, ചില്ലിക്ക് നമ്മൾ ഫാറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കറിക്ക് വേണ്ടി നമ്മൾ കുറച്ച് ഫാറ്റും 1 കിലോ കണക്കിന് എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു 3/4 കിലോ ഇറച്ചി, 1/4 കിലോ നെയ്യുമാണ് ഇട്ടേക്കുന്നത്. നമുക്ക് ചില്ലിക്കുള്ള സാധനം, അതിൻ്റെ അകത്തേക്ക് ആ മഞ്ഞൾപ്പൊടി, അതായത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. ഉപ്പ് ആവശ്യത്തിനാണ്, ഒരുപാട് ഉപ്പ് വാരിക്കോരി ഇടരുത്. അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ മൊത്തത്തിൽ ഊറ്റിക്കളയണം. എന്നിട്ട് വേണം ഇത് എടുക്കാൻ വേണ്ടി. നന്നായി ഇളക്കി അങ്ങ് വെക്കുക. ആ മഞ്ഞൾപ്പൊടിയൊക്കെ അതിലേക്ക് പിടിച്ച്, ഉപ്പൊക്കെ അങ്ങ് പിടിച്ച്, ആ വെള്ളമൊക്കെ കൂടെ വെളിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഫുള്ള് സെറ്റാവും സാധനം. നമ്മുടെ ചില്ലിക്കുള്ള സാധനം അടുപ്പിൽ കയറ്റിയിട്ടുണ്ട്. ഒരു തുള്ളി പോലെ എണ്ണ ഒഴിക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ച് അങ്ങ് വേവിക്കുക. അതൊക്കെ ഒന്നും ചെയ്യണ്ട. അതിൻ്റെ അകത്ത് നെയ്യ് വന്ന് തനിയെ ഇങ്ങ് പുറത്ത് വരും. ഞാൻ കാണിച്ചു തരാം. സംഭവം റെഡിയായി കഴിയുമ്പോൾ നെയ്യ് വന്ന് തിളയ്ക്കുന്നത് കാണിച്ചു തരാം. നമ്മുടെ അടുപ്പിൽ നമ്മുടെ ചില്ലിക്കുള്ള സാധനം ഇതൊന്നും വേഗുന്നുണ്ട്. കറക്കണ്ട ഒരു സൗണ്ട് കേട്ടോ. അടിയിലെ വെള്ളം മൊത്തം ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ്. വെള്ളം വരുമ്പോൾ ആ വെള്ളം ഇങ്ങനെ പൊട്ടുന്ന സൗണ്ടാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നെയ്യും കൂടി ഇറങ്ങി വരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള കഷവിഷേൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. പിന്നെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ നിർദ്ദേശം അടുപ്പിലേക്ക് നമ്മൾ ഇറച്ചിക്കുള്ളതും കയറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് ശ്രദ്ധിക്കുക, അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും അല്ലാതെ വേറെ ഒരു സാധനങ്ങൾ ചേർത്തിട്ടില്ല. അതേപോലെ തന്നെ എണ്ണ അകത്ത് ഒഴിക്കരുത്, ഒരു കാരണവശാലും എണ്ണ ഒഴിക്കരുത്. എൻ്റെ അകത്ത് എണ്ണ വരും. ഓക്കെ. അതേപോലെ നമ്മുടെ ഇറച്ചി കുറച്ച് സോഫ്റ്റാണ്, അതുകൊണ്ട് ഒരു 3 വിസിൽ. അതുപോലെ വെള്ളം ഒഴിക്കരുത്, ഒരു കാരണവശാലും വെള്ളം ഒഴിക്കരുത്. ഒരു 3 വിസിൽ. കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ ഒരു 4 വിസിൽ വരെ അടുപ്പിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ നോക്കിക്കൊണ്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി. ഞാൻ നമ്മുടെ ഐറ്റം ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇളക്കി വെച്ച് കഴിഞ്ഞിപ്പോൾ സ്പൂണിൽ നോക്കി ഓയിലിരിക്കുന്നതെന്നോ, അതിന് മൊത്തം ഓയിലായിരിക്കും. ഇതിന് മൊത്തം ഓയിലിനൊക്കെ മുങ്ങി കുടിക്കും.
ഇറച്ചിയൊക്കെ ഒന്ന് കുറച്ച് കട്ടിയായിട്ട് ഇങ്ങനെ ചുരുങ്ങി വരുന്നുണ്ട്. എന്നെ ഇവിടെ സഹായിക്കുന്ന ഒരു മലയാളി കേട്ടോ. ഈ ചേട്ടൻ്റെ കയ്യിൽ നോക്കിയേ, താറ്റും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ ഈ ഇരിക്കുന്ന സാധനങ്ങൾ, അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, അതായത് സവാള. ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് നന്നായി ചതച്ചെടുക്കണം. ഇത് മിക്സിയിലിട്ട് ചതക്കുകയല്ല വേണ്ടേ, ഇതേ ഇതിൻ്റെ അകത്തിട്ട് കുത്തി ചതക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. നമ്മുടെ നേരത്തെ പറഞ്ഞ സാധനം ദാണ്ട കിടന്ന് കുളിക്കുന്നു. ആ ഡീപ്പ് ബാത്താണ്, നന്നായി കുളിച്ചിറങ്ങുകയാണ്. നോക്കിയേ, അവരുടെ ഇത് കണ്ടില്ലേ, പുള്ളിയെല്ലാം ഫുള്ള് മസിലൊക്കെ വന്നു തുടങ്ങി. ഇത്ര നേരം മസിലൊന്നും ഇല്ലായിരുന്നു, ചളവളയായിരുന്നു. ഇപ്പം നോക്കിയാൽ ഫുള്ള് മസിലെല്ലാം വന്ന് ആള് ഭയങ്കര സ്ട്രോങ് ആയി. നമ്മുടെ സാധനത്തിൻ്റെ ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ ഔട്ട് സൈഡെല്ലാം കണ്ടില്ലേ, നല്ല കട്ടിയായി ഒരു ബ്രൗൺ കളർ ഷെയ്ഡിലേക്ക് വന്നിരിക്കുകയാണ്. ആ ഷെയ്ഡൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ സംഭവം വന്ന് കോരുന്നത് നല്ലതായിരിക്കും. നോക്കിയേ, സൈഡൊക്കെ കരിഞ്ഞല്ല, അത് ബ്രൗണിഷ് ആയിട്ട് ഫുള്ള് ഡ്രൈ ആയി തുടങ്ങി. ഇത് നമുക്ക് ഇനി കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ സാധനങ്ങളൊക്കെ കോരി കരക്കി വെച്ചിട്ടുണ്ട്. ഇത്ര എണ്ണയുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് വേറൊരു സാധനമുണ്ട്, അതായത് ഉണക്കക്കപ്പ ചൂടാക്കുക എന്നുള്ളൊരു പ്രോസസ്സുണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഇത്ര എണ്ണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എണ്ണയല്ല, പന്നിനെയ്യ്. ഈ പന്നിനെയ്യ് കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അടിപൊളി ടേസ്റ്റ് ഈ സാധനത്തിന്. പന്നി ചില്ലി, അതായത് പോർക്ക് ചില്ലിക്കുള്ള സാധനങ്ങളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കറിവേപ്പില, കുറച്ച് ഉള്ളി, കുറച്ച് മുളക് പൊടി, കുറച്ച് പച്ച ചില്ലി. അതാണ് നമ്മുടെ ചില്ലി. ഇത് നമ്മൾ നേരത്തെ വെച്ച് വലിയ സാധനമായിരുന്നു. അത് നമ്മളിന്ന് കട്ട് ചെയ്ത് നടുവെന്ന് കട്ട് ചെയ്ത് രണ്ടാക്കി, ഇല്ലെങ്കിൽ അത് ചെറുതാക്കി. കാരണം നമ്മൾ കുഞ്ഞിതാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. എല്ലായിടത്തും പുളി മീൻസ് എരിവ്, അങ്ങനത്തെ ഉപ്പ്, അങ്ങനെ സാധനങ്ങളൊക്കെ ഉള്ളിലേക്ക് കയറുള്ളൂ. നമ്മളവിടെ നേരത്തെ നമ്മൾ വറക്കാൻ നേരത്തെ എന്തുകൊണ്ടാണ് അങ്ങനെ ഇട്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകാനൊരു ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ വലിയ പീസാക്കി ഇട്ടിട്ട്. അതിനുശേഷം നമ്മളൊരു ചോപ്പിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചെറിയ പീസുകളൊക്കെ ഇത് ഈ വലുപ്പത്തിൽ, അതായത് ഒരു പീസ് എടുത്ത് വായിലേക്ക് വെച്ച് നുണഞ്ഞ് തിന്നാൻ പാകത്തിനുണ്ട് സാധനം. ഇത് നമ്മൾ അടുപ്പത്ത് ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചേക്കുന്ന എണ്ണ ഒഴിക്കുക. സ്വല്പം എണ്ണയാക്കും. അതേ എണ്ണ, അതായത് എണ്ണയല്ല, നമ്മുടെ നെയ്യാണത്. എണ്ണ പോലെ ഉണ്ട് ഇപ്പോൾ സംഭവം. നല്ല നെയ്യ്, അതങ്ങ് നന്നായിട്ട് അങ്ങ് ആക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇടാൻ പോവുക. സ്വല്പം കറിവേപ്പില ആയിട്ട് കറിവേപ്പില ഇതിനോട് ഫുള്ള് പൊട്ടിത്തെറുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കന്നഡ വന്നു പോകുന്നുണ്ട്. കാരണം ഞാൻ ഇതിനകത്ത് കന്നഡയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചറവറ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, ഇതാണ് അതിൻ്റെ അവസ്ഥ. ഫുള്ളി ചറവറ സൗണ്ട്. നമ്മൾ കറിവേപ്പില ഇങ്ങനെ പൊരിഞ്ഞ് ക്രിസ്പിയായി വരുമ്പോഴാണ് അതിൻ്റെ അടുത്ത സാധനം നമ്മൾ തട്ടേണ്ടത്. നെക്സ്റ്റ് അതിലേക്ക് നമ്മൾ ചില്ലി ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഞാൻ കാണിച്ച ചില്ലി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ തീൻ്റെ ചൂട് കുറച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അതങ്ങ് നന്നായി ഇളക്കുന്ന ഇപ്പോൾ എന്തിനാ വെച്ചാൽ എൻ്റെ ആ പച്ചച്ചൊവ മാറാനാണ്. നമ്മളെല്ലാവരും പറയും പച്ചച്ചൊവ മാറാൻ. പക്ഷെ പച്ചച്ചൊവയും ഒരു ചൊവയാണ്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ഒനിയൻ ഇടാൻ പോകണം. ഒനിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സവാള. ഒനിയൻ എന്നൊക്കെ ഞാൻ കുറച്ച് ലാളിത്യത്തോടെ പറഞ്ഞതാണ്. സംഭവം നമ്മുടെ സവാളയാണ്. സവാള കുനുകുനാ അരിഞ്ഞത്. ഇത് നമ്മുടെ സാധനം ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ ആ ഫ്രൈ ചെയ്ത് വെച്ച സാധനം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അതാ വായി കിടക്കുന്നത്. അതാണ് സൗണ്ട് വ്യത്യാസം. കാക്ക് അതിലേക്ക് നമ്മുടെ ഇതിൻ്റെ കൈ കാരണം മറയുന്നിടം. ഇതേ നമ്മുടെ സാധനം നമ്മളെടുത്ത് അങ്ങ് തട്ടിയിട്ടുണ്ട്. ദേണ്ടേ കമോൺ മഹേഷേ കമോൺ. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന സാധനമാണെങ്കിലും അതിലേക്ക് നമ്മളൊന്ന് കുറച്ചും കൂടെ വേവിക്കണം. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ഇനിയിപ്പം നമ്മൾ ആ മുളകും കാര്യങ്ങളൊക്കെ ഒന്ന് ഇറങ്ങിക്കോട്ടെ വിചാരിച്ച് ഒന്ന് ഇളക്കി അതൊന്ന് സെറ്റാക്കി ഒരു ചെറുതായിട്ട് കണ്ടില്ലേ, അവിടെ എന്താണെന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് വീണ്ടും നെയ്യ് വന്നു. നമ്മളിത് വേവിക്കുന്നതോറും നെയ്യ് വന്നുകൊണ്ടിരിക്കുക. അർജുനൻ്റെ ആവനാഴി പോലെയാണ് അവസ്ഥ. നമ്മുടെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ചില്ലി പൗഡർ, അതായത് മുളക് പൊടി, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മുളക് പൊടി ചേർക്കുമ്പോൾ ചേർക്ക്. ഇനി എൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ കാണിച്ച പുളിയില്ലേ, കുറച്ചാക്കിയിട്ടുണ്ട്. അതതിൻ്റെ ഒരു പുളി ടേസ്റ്റ് വരാൻ വേണ്ടിയാണ്. ആ ഒരു ടേസ്റ്റ് കൂടി ആകുമ്പോൾ അടിപൊളിയായിരിക്കും സംഭവം. നമ്മുടെ സാധനം റെഡിയാണ്. ഇത് ഏറ്റവും നല്ല സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം, സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. വളരെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് ഇതിൻ്റെ മേലേക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് സവാളയും കൂടെ കുരുകുനാന്ന് അരിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് ഇനി അടുത്ത സാധനത്തിലേക്ക് പോവാം. നമ്മുടെ പന്നി വെന്തിരിക്കുകയാണ്. അതിലേക്ക് ഇത്രയും വെള്ളമുണ്ട്. നമ്മളതിൻ്റെ അകത്തേക്ക് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല.
ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇത്രയും വെള്ളം നമുക്ക് ഇവിടെ ഉണ്ടെന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗ്രേവി വേണമെങ്കിൽ അതേ വെള്ളം തന്നെ നമുക്ക് നിലനിർത്താം. ഇല്ലെങ്കിൽ നമുക്ക് ആ വെള്ളം ഊറ്റി സൈഡിലേക്ക് മാറ്റി വെച്ച് പയ്യെ നമുക്കത് ഇളക്കി നമുക്ക് അതിൻ്റെ വെള്ളം കുറയ്ക്കാം. നമ്മൾ നേരത്തെ കാണിച്ച ഉള്ളി, ഇഞ്ചി, മുളക്, വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇടിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് ചതയ്ക്കണം, അല്ലാതെ മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്. ഇത് നമ്മൾ കുത്തി ചതച്ചെടുത്തേക്കുന്നതാണ്. ഇത്ര സാധനങ്ങൾ നമ്മൾ നേരത്തെ കാണിച്ച അത്രയും സാധനം കുത്തി ചതച്ച് ഇതേ ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നേരത്തെ വെച്ചേക്കുന്ന സാധനങ്ങൾ ഇതിലേക്ക് ഇടാൻ പോകണം. ആക്കി നല്ല പച്ചയോടുകൂടി അതിൻ്റെ അകത്തേക്ക് ആക്കുകയാണ്. വടിച്ച് നല്ല വൃത്തിയിൽ വടിച്ചങ്ങ് ഇടുക. ഇളക്കി അങ്ങ് എടുക്കണം. ഇതിനകത്തേക്ക് ഇപ്പം തിളച്ചോണ്ടിരിക്കുന്നതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അതിങ്ങനെ അതിൻ്റെ കുറച്ചും കൂടെ തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ പച്ച ചൊവയൊക്കെ അങ്ങ് മാറും. പച്ച ചൊവയൊക്കെ മാറി പന്നീൻ്റെ തനതായ ടേസ്റ്റ് ഇതിൻ്റെ കൂടെയും ഇതിൻ്റെ തനതായ ടേസ്റ്റ് പന്നിയിലേക്ക് ഇറങ്ങുന്നൊരു മുഹൂർത്തം വരും. അത് തന്നെ മുഹൂർത്തത്തിൽ വേണം നമ്മുടെ മസാല ഇടാൻ വേണ്ടി. നമ്മൾ തിളയ്ക്കുന്നുണ്ടോ അതിൻ്റെ അകത്ത് നോക്കിയാൽ ഓയിൽ മേലെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. ആ ഗ്രേവി ഫുള്ള് തിക്കായി. അപ്പോൾ സ്വല്പം അത് ഇളക്കി വെക്കും. നോടി സൂപ്പർ. സോറി, എൻ്റെ ഇടയ്ക്കിടയ്ക്ക് കന്നഡ കയറി വരുന്നുണ്ട്. ഞാൻ മാക്സിമം മലയാളത്തിൽ തന്നെയാണ് ശ്രമിക്കുന്നത്. എൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചില 2-3 വാക്കുകൾ അറിയാതെ കന്നഡയിലാണ് വരുന്നത്. കണ്ടോ ആ ഗ്രേവി നോക്കി എത്ര തിക്കായി നോക്കി, എത്ര തിക്കായത്. ഇനി അതിലേക്ക് മസാല കൂടെ വരുമ്പോൾ ഒരു ടേസ്റ്റിങ് വരാനുണ്ട്, ഒരു രക്ഷയില്ല. നമ്മൾ അതിനകത്തേക്ക് മസാല ആക്കാൻ പോകണം. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച സാധനമില്ലേ, അതൊരു 2 ടീസ്പൂൺ മസാലയാണ്. അത് 2 ടീസ്പൂൺ മസാലയാക്കി അല്ലെങ്കിൽ ഇളക്കിയെടുക്കണം. ആ കയ്യിൽ കാണുന്നത് ഒരു ഗണ്ണുണ്ട്, അതായത് നല്ല ഡബിൾ ബാരൽ ഗണ്ണ്. ഒരു വലിയ 2 കത്തി, ഒരു കത്തിയും ഒരു വാളും. ഇതാണ് അവരുടെ എംബ്ലം. ഇത് നമുക്ക് പല കൂർഗ് വണ്ടികളിലും കാണാം. ഈ വണ്ടിയുടെ പുറകിലൊക്കെ സ്റ്റിക്കറായിട്ട് ഒട്ടിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവരുടെ സകലമാന സാധനത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ കാണാം. ആക്ച്വലി തനതായ കൂർഗ് എന്ന് പറയുന്നത് ഇതാണ്. അവരവരുടെ ട്രഡീഷണലായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു ചിഹ്നമാണ്. നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്നപ്പം അതിൻ്റെ യെല്ലോ കളറിലായിരുന്നു ഉണ്ടായിരുന്നത്. യെല്ലോ കളറിന് വരും നലുനനത്ത് യെല്ലോ കളർ. ഇപ്പോൾ അതിൻ്റെ കളറെല്ലാം മാറി കറുത്ത കളറിലേക്ക് മാറി. ആ മസാലപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല. അടുത്ത് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ പുളിയും കൂടെ ഇടുമ്പോഴത്തേക്ക് നല്ല കറുത്ത കളറാവും. നമ്മൾ നേരത്തെ കാണിച്ച പുളി അതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ ആക്കാൻ പോവുകയാണ്. അതൊരു വല്ലാത്ത പുളി തന്നെ. ആ പുളിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. നമ്മുടെ ഐറ്റം അവസാന പാദത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നോക്കി നല്ല ഡ്രൈ ആയി, വെള്ളമെല്ലാം പറ്റി നല്ല കറുപ്പ് കളറായി. അത് നമ്മൾ കണ്ടില്ല, ആ മസാല ഇരിക്കുന്നുണ്ട്. അത് നമ്മൾ ഇതെല്ലാം കൂടെ കുത്തിപ്പൊടിച്ചിട്ടതിൻ്റെ ഒരു ഇതാണ്. ആ ഉള്ളിയും കാര്യങ്ങളൊക്കെ നമ്മൾ കുത്തിയിട്ടതിൻ്റെയാണ് ഇങ്ങനെ മസാല ഇങ്ങനെ കിടക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇനി അടുത്തൊരു മെയിൻ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പ് കുനുകുനാ അരിഞ്ഞ് ചറവറ വാരി വെതറുക. നന്നായി വാരി വെതറിക്കുക. നിങ്ങൾ വിചാരിക്കും ഇത്ര മല്ലിച്ചപ്പെട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു രുചി വരുമോ എന്ന്. ഇതാണ് അതിൻ്റെ രുചി. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കിടു ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ പോർക്കിൻ്റെ അകത്തേക്ക് ഇത് നമ്മൾ മല്ലിച്ചപ്പും കൂടി ഇട്ട് പൊളിച്ച് വെച്ചേക്കാണ്. ഇളക്കി ഫുള്ള് ഡ്രൈ ആയി. അപ്പോൾ അതിൽ ഗ്രേവി ഒന്നും ഇല്ല, ഫുള്ള് മസാലകളോടുകൂടി. മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വെറും മസാല പൊടിയല്ല ഉള്ളത്. ഇതിനകത്ത് ഉള്ളിൻ്റെ മസാല എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ്. സാധനം റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഇനി അത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ സാധനം റെഡി ആയിരിക്കുകയാണ്. നമ്മളിത് നല്ലൊരു പീസ് നോക്കി ഇങ്ങനെ വായിലേക്ക് ഇങ്ങനെ മസാലയൊക്കെ കൂട്ടി ഇങ്ങനെ പൊളി ടേസ്റ്റ്. കഴിച്ചോണ്ടിരുന്ന നിർത്തമില്ല ആ രീതിയിലായിരിക്കും. പന്നി കൂട്ടിയെടുത്ത് ഞാൻ വരെ പന്നി കൂട്ടി തുടങ്ങി. ഒരു രക്ഷയില്ല. നല്ല മസാലയാണ്, പൊടി മസാല, ഒരു രക്ഷയില്ല.